ഒരു സഹോദരൻ വിവാഹം കഴിഞ്ഞു. ആ വിവാഹം കഴിഞ്ഞ് 14 ദിവസമായപ്പോൾ ആ സഹോദരന് ചെറിയൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ അയാളെ 2 കിഡ്നിയും ആ സഹോദരൻ 2 കിഡ്നിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 14 ദിവസം മാത്രമേ ഭാര്യയോട് ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. 14ാമത്തെ ദിവസം അദ്ദേഹം രോഗിയാണ്. ഈ 14 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയപ്പോഴും അദ്ദേഹത്തിന് പിന്നീട് പറയുന്ന 2 കിഡ്നിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യണമെന്നാണ്. ഉടനെ കുടുംബങ്ങൾ പറഞ്ഞു, ഈ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും കുടുംബങ്ങളൊക്കെ പറഞ്ഞു, 14 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇവന്റെ 2 കിഡ്നിയും പോയിട്ടുണ്ട്, ഇനി ഒരു രക്ഷയുമില്ല, അതുകൊണ്ട് ഇനി കിഡ്നി മാറ്റി വെച്ചാലും വെച്ചില്ലെങ്കിലും ഒക്കെ അവനോടുകൂടെ ഇനി ജീവിതം മുന്നോട്ട് പോകാതിരിക്കലായിരിക്കും നല്ലത് എന്ന് ഈ 18 വയസ്സാകുന്ന ഈ കുട്ടിയോട് കുടുംബങ്ങൾ മുഴുവനും ഉപദേശിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, കുട്ടി പറഞ്ഞു, 14 ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനോട് കൂടെ ജീവിച്ചു, എനിക്കൊരു പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അള്ളാഹു തന്ന ഈ രോഗത്തിന്റെ പേരിൽ ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് പിരിയുകയില്ല, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അപ്പോൾ നോക്കാം, അല്ലാതെ അദ്ദേഹം മരിക്കാതെ ഒരു കാരണവശാലും ഞാൻ ആ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞു പോരുകയില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെച്ച് ഇപ്പോൾ 7 വർഷത്തോളമായി അവർ ഒന്നിച്ച് ജീവിക്കുകയാണ്, ഒരു പ്രയാസവുമില്ല, 7 വർഷത്തോളമായി. ഇതാണ് യഥാർത്ഥത്തിലുള്ള വലിയൊരു മഹബത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികളെ ഇത് എന്നല്ല വേറെന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പോരുന്നവരെയാണ്. അപ്പൊ നമുക്ക് ആ പെണ്ണിനെ സംബന്ധിച്ചോളം ആ ഭർത്താവിനെ നന്മ മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ നമ്മൾ ഒരുപാട് വയലുകളും ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ട് ഇവിടുന്ന് നമ്മൾ പോയത് കൊണ്ട് കാര്യമായില്ല. നമ്മുടെ കൽബ് നന്നാവണം. ഞാൻ എൻ്റെ കൽബ് നന്നാവാൻ വേണ്ടി 2 പ്രാവശ്യം എൻ്റെ നഫ്സിനോടും 1 പ്രാവശ്യം ഞാൻ നിങ്ങളോടും പറയാൻ. അപ്പൊ അതുകൊണ്ട് നാം ഒക്കെ അൽഹംദുലില്ലാ നന്നായി തീരുക, അപ്പോഴേ നമ്മറ്റ സ്മരിക്കുകയുള്ളൂ.